നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. BCCIക്ക് കൂച്ചുവിലങ്ങിട്ട് സുപ്രീം കോടതി. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രംഗനാഥൻ, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഒപ്പം സ്പോർട്സ് ലേഖകൻ ദേവദാസ് എന്നിവർ. BCCIയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് സുപ്രീം കോടതി കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് നൽകുന്നത് വിലക്കി. ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നതുവരെ സംസ്ഥാന അസോസിയേഷനുകളുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് BCCIക്ക് നൽകിയത്. സംസ്ഥാന അസോസിയേഷനുകൾക്ക് ഫണ്ട് അനുവദിക്കാൻ പാടില്ല. ലോധ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പരിശോധിക്കും. BCCIക്ക് ഏർപ്പെടാൻ കഴിയുന്ന സാമ്പത്തിക കരാറുകൾക്ക് സമിതി പരിധി നിശ്ചയിക്കും. ഈ പരിധിക്ക് പുറത്ത് സാമ്പത്തിക ഇടപാടുകൾക്ക് അനുമതി വാങ്ങണം. BCCIയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും കരാറുകൾക്കുള്ള പരിധി നിശ്ചയിക്കാനും സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാൻ സുപ്രീം കോടതി ലോധ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. ലോധ കമ്മിറ്റി നിർദ്ദേശപ്രകാരമുള്ള ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനും സെക്രട്ടറി അജയ് ഷിർക്കയ്ക്കും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ലോധ കമ്മിറ്റി പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് BCCI. ഡിസംബർ 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. BCCIക്കെതിരെ സുപ്രീം കോടതിയുടെ കടുത്ത നടപടിയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞത് BCCI കേൾക്കുമോ? ചർച്ചയിലേക്ക് ശ്രീ രംഗനാഥൻ, താങ്കളാണ് ഇന്നിപ്പോൾ ഈ BCCIയുടെ പ്രതിനിധി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ BCCIയുടെ മാച്ച് റെഫറിയായി ഒക്കെ രാജ്യം ഉടനീളം പ്രവർത്തിക്കുന്ന ഈ ചർച്ചയിലെ അതിഥി. ശ്രീ രംഗനാഥൻ, BCCI കേൾക്കുമോ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത്? അല്ല, എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്റ്റേറ്റിൻ്റെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ. രണ്ടാമതൊരു കൂളിംഗ് പീരീഡ്. പിന്നീട് പല കാര്യങ്ങളും സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും നടപ്പാക്കി വരുന്നു. അതിനൊരു സമയപരിധി. ഇപ്പം ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി മനസ്സിലാകാതെ പോകുന്നത് ഈ നടപ്പിലാക്കി വരുന്നു എന്ന് പറഞ്ഞ ഭാഗമാണ്. ഈ കേൾക്കുന്നു എന്ന് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞത് ഞാനും മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും കേൾക്കുന്നു, BCCIയും കേൾക്കുന്നു. ഇന്ന് കേട്ട കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് BCCIയുടെ ഒരു ഔദ്യോഗിക വിശദീകരണവും വന്നിട്ടില്ല. ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് എന്ന നിലയ്ക്ക് വേണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന ഉത്തരവുകളെ നമുക്ക് ആ നിലയ്ക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം സുപ്രീം കോടതി പല പുതിയ തീയതികൾ പറഞ്ഞതല്ലാതെ BCCI എന്ത് ചെയ്തു എന്നുള്ളത് സുപ്രീം കോടതിക്കും സംശയമുള്ളത് കൊണ്ടാണ് ഇന്ന് ചില ടൈം ബൗണ്ടായി കൃത്യമായി ചില ഡെഡ് ലൈനുകൾ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലോധ ശുപാർശകളിലേക്ക് നേരിട്ട് കടന്നിരിക്കുന്നത് സുപ്രീം കോടതി. 2 ആഴ്ചക്കകം ലോധ കമ്മീഷനെ പോയി കാണണം ശ്രീ അനുരാഗ് ഠാക്കൂർ. പല കാര്യങ്ങളും നവംബർ 15, ഡിസംബർ 15, ഡിസംബർ 30 തീയതികളിലായി ലോധ കമ്മീഷൻ പറഞ്ഞത് ചെയ്തു തീർക്കേണ്ടതായും വരും. കേൾക്കുമോ BCCI? തീർച്ചയായിട്ടും ഇതിൽ ലാൽ സൂചിപ്പിച്ച പല കാര്യങ്ങളും നടപ്പാക്കി വരികയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇതൊരു എലക്റ്റഡ് ബോഡിയാണ്. ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട വീണ്ടും ഇടപെടുകയാണ്. ഏതെങ്കിലും ചാനലുകളെ മാതൃകയാക്കിയുള്ള ഇടപെടലുകളല്ല. ഞാൻ കൃത്യമായി കാര്യങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി അങ്ങ് അത് മറികടക്കുന്നു എന്ന് സംശയം തോന്നുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി എന്ന് അങ്ങ് പറഞ്ഞത് ലോധ കമ്മിറ്റി കണക്കാക്കുന്നത് നിയമവിരുദ്ധം, സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായ നടപടി എന്നാണ്. അല്ല, ജസ്റ്റിസ് ലോധ കമ്മിറ്റി പല കാര്യങ്ങളും നിയമവിരുദ്ധമാണെന്ന് നേരത്തെ പറയുകയും അതുമാത്രമല്ല BCCIയുടെ ഫണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് വിനിയോഗിക്കാനായിട്ട് BCCI തീരുമാനിച്ചപ്പോൾ ആ ഫണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെയും അതുകൂടെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെയും 2 അക്കൗണ്ടുകൾ, അതായത് BCCI ഉള്ള 2 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനായിട്ട് ലോധ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. അതുമാത്രമല്ല, അതിനുശേഷം അന്ന് വൈകിട്ട് തന്നെ എല്ലാ നാഷണൽ മീഡിയാസിലും ജസ്റ്റിസ് ലോധ വന്ന് പറയുകയുണ്ടായി, ക്രിക്കറ്റിനെ ബാധിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണം.
അതിന് ഫണ്ട് വേണ്ടേ? അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡായിട്ട് കളിക്കുകയാണ്, ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നു, ആഭ്യന്തര ക്രിക്കറ്റ് ഇന്ത്യയിൽ നടക്കുകയാണ്. അപ്പോൾ ജസ്റ്റിസ് ലോധയ്ക്ക് തന്നെ അത് തെറ്റാണെന്ന് തോന്നി അദ്ദേഹം അത് തിരുത്തുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള അതാണ് ക്രിക്കറ്റ്, അങ്ങ് പറഞ്ഞതാണ് ക്രിക്കറ്റ് എന്നുള്ളത് സംശയമുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിയും ലോധ കമ്മിറ്റിയും ഈ ക്രിക്കറ്റ് ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഇടപെടലുകളിലേക്ക് വേണ്ടെന്ന് ഒരിക്കലും അദ്ദേഹം വേണ്ട എന്നല്ല, ഈ ക്രിക്കറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ക്രിക്കറ്റിൽ ക്രിക്കറ്റിന്റെ പല വശങ്ങളുണ്ട്. കളിയൊന്ന്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതാണ് ചർച്ച ചെയ്യേണ്ടത്? കളിയുടെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഞാൻ പറയാം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് BCCIക്ക്. ശരി, ഞാൻ ഓരോന്നായി ശ്രീ രംഗനാഥൻ, നമ്മൾ പഴയ ചർച്ചയിലേക്ക് പോകണ്ട. ഇന്നിപ്പോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിലെല്ലാം BCCIക്ക് ഒരു തർക്കവും ഇല്ലെന്നാണോ? ഏറ്റവും ആദ്യത്തത് ശ്രീ അനുരാഗ് ഠാക്കൂർ 2 ആഴ്ചക്കകം ലോധ കമ്മിറ്റിയെ, ജസ്റ്റിസ് ലോധയെ പോയി കാണുമോ? ഒന്ന് കണ്ടാൽ എന്താണ് തെറ്റ്? എനിക്ക് തോന്നുന്നു അത് സുപ്രീം കോടതി തീർച്ചയായിട്ടും പറഞ്ഞ പ്രകാരം അജയ് ഷിർക്കെ ആയാലും അനുരാഗ് ഠാക്കൂർ ആയാലും അതിന് പൂർണ്ണമായിട്ടും മറ്റുള്ള മെമ്പേഴ്സിൻ്റെ, അത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, ത്രിപുര ഇപ്പോൾ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനും ലോധ കമ്മിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും ഇതിന് മുന്നോടിയായിട്ട് തന്നെ അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂട്ടായ ഒരു തീരുമാനം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്കകം തന്നെയല്ല, അതിന് മുമ്പ് തന്നെ ഇവർക്കൊരു തീരുമാനത്തിലോട്ട് വരാൻ സാധിക്കും. പക്ഷേ പല നിർദ്ദേശങ്ങളും ഇത്രയും കാലങ്ങളായി സുപ്രീം കോടതി ഈ ഇടപെടൽ നടത്തുന്നത് വരെ തോന്നാത്ത കാര്യങ്ങളാണ് അങ്ങ് ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇനി BCCI ചെയ്യാൻ പോകുന്നത്. 2 ആഴ്ചക്കകം ശ്രീ അനുരാഗ് ഠാക്കൂറോ അനിൽ ഷിർക്കെയോ ഒക്കെ ജസ്റ്റിസ് ലോധയെ പോയി കണ്ട് എങ്ങനെയാണ് ലോധ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടതാണ്. അതാണ് അഫിഡവിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ജസ്റ്റിസ് ലോധയുടെ മുമ്പിൽ. അത് കൊടുക്കുമെന്നാണോ അങ്ങ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് കൊടുത്തേ പറ്റുള്ളൂ. പരമോന്നത കോടതി നിർദ്ദേശിച്ച പ്രകാരം അവർക്ക് അതിൽ നിന്ന് പെരുമാറാനായിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ സാധ്യമല്ല. അത് മാത്രമല്ല, ചില നിർദ്ദേശങ്ങൾ ഇനിയും BCCIക്ക് മുന്നിൽ വയ്ക്കാം. പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും ക്രിക്കറ്റിന് നല്ല രീതിയിൽ ഇനിയും നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ, സൗരാഷ്ട്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവിടെ ക്രിക്കറ്റ് തുടങ്ങിയതാണ്, അവർക്കൊരു വോട്ടിംഗ് റൈറ്റ് പോകുന്നു. വിദർഭ, ഇങ്ങനെയുള്ള മഹാരാഷ്ട്രയിലായാലും ഗുജറാത്തിലായാലും പലർക്കും വോട്ടിംഗ് റൈറ്റ് പോകുന്നുണ്ട് ശ്രീ രംഗനാഥൻ. ആ കൂട്ടത്തിൽ സർവകലാശാലകളുണ്ട്, ആ കൂട്ടത്തിൽ റെയിൽവേസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. ഒരു സംസ്ഥാനങ്ങളിൽ ഒരു ക്രിക്കറ്റ് അസോസിയേഷന്റെ വോട്ടിംഗ് റൈറ്റ് കിട്ടും. അതല്ലേ ഇതിനേക്കാൾ യുക്തിഭദ്രം അങ്ങ് പറയുന്നതിന് ചേർക്കേണ്ടത്? അതല്ലേ ഒരു സംസ്ഥാനത്തിന് ഒരു വോട്ട് എന്നുള്ള നിലയ്ക്ക് പുതിയ രീതിയിലുള്ള നിയമം വരാൻ പോകുന്നു? അല്ലെ, പുതിയ നിയമം വരട്ടെ, അത് നല്ലത് തന്നെ. പക്ഷെ എന്തിനാണ് ഈ സംസ്ഥാനങ്ങളുടെ ഇപ്പൊ വിദർഭയായാലും അല്ലെങ്കിൽ സൗരാഷ്ട്രയായാലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് രഞ്ജി ട്രോഫി കളിക്കുന്നതും എല്ലാ കാറ്റഗറിയിലും ടീമുള്ളതാണ്. അവരുടെ ഒരു വോട്ടിംഗ് റൈറ്റ് അവരെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയാണെങ്കിൽ BCCI തന്നെ എന്തുമാത്രം പാരമ്പര്യമുള്ളതാണ്. IPLന്റെ ഗവേണിംഗ് ബോഡിയിൽ ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ നടത്തിപ്പിൽ എന്തുമാത്രം പരിചയമുണ്ട്. അത് മാത്രം കണക്കിലാക്കി വോട്ട് കൊടുക്കാൻ സാധിക്കുമോ? അതല്ല, ഇതിനകത്ത് സാമ്പത്തികമായ ഇടപെടലുകളിലുള്ള പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാനും ജസ്റ്റിസ് ലോധയ്ക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ഫ്രീസ് ചെയ്തിരിക്കുന്നു, പണം തൊടണ്ട, സംസ്ഥാന അസോസിയേഷനുകൾക്ക് കൊടുക്കണ്ട. ഇല്ല, സംസ്ഥാന അസോസിയേഷന് കൊടുക്കണ്ട. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ക്രിക്കറ്റ് കളി മുടക്കാനായിട്ട് പറഞ്ഞിട്ടില്ല ലോധ, ഒരിക്കലും പറയുകയില്ല. കാരണം ഇപ്പോൾ ഇംഗ്ലണ്ട് വരാൻ പോകുന്നു ഇന്ത്യയിൽ, അതുമാത്രമല്ല ന്യൂസിലാൻഡ് പരമ്പര തുടരേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റ് എല്ലാ 24 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പറയുകയാണെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ നാളെ റായ്പൂർ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലെ രഞ്ജി ട്രോഫിക്ക് പോകുന്നു. ഈ മത്സരങ്ങളെല്ലാം ഇനി ഫണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ നടത്തിപ്പിന് വേണ്ടി വേണ്ടെന്നാണോ പറയുന്നത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ? ഈ ക്രിക്കറ്റ് എന്തിനു നടക്കണം? ആർക്കാണ് ഗുണം? നിങ്ങൾ ഈ പറയുന്ന പ്രാദേശികമായ തലത്തിൽ നടക്കുന്ന ഈ മേളകളൊക്കെ തന്നെ ക്രിക്കറ്റിന്റെ ആ മത്സരത്തിന്റെ ആ ഗെയിമിനെ പരിപോഷിപ്പിക്കുന്നതിനേക്കാൾ അതിന്റെ വാണിജ്യം മാത്രം നോക്കിയുള്ളതാണ് എന്നുള്ളതാണ് ഇത്രയും കാലങ്ങളിലെ നടത്തിപ്പ്. ആ വാണിജ്യമാണോ ഇതിന്റെ ക്രിക്കറ്റിന്റെ വളർച്ച? വാണിജ്യമില്ലെങ്കിൽ ക്രിക്കറ്റ് ഇല്ല. ക്രിക്കറ്റിന് സാമ്പത്തികമായിട്ട് ഭദ്രത നേടിത്തന്നതും ഇത്ര ഉയർച്ച ലോകത്ത് തന്നെ ഒരു പ്രശസ്തിയിലോട്ട് ഉയർന്നതും വാണിജ്യപരമായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ക്രിക്കറ്റിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത് അതിന്റെ കൂട്ടത്തിൽ വന്ന് കയറിയതാണ് ഈ വാണിജ്യത്തിന്റെ കൂട്ടത്തിൽ മാച്ച് ഫിക്സിംഗ്. ഈ വാണിജ്യത്തിന്റെ പുറത്ത് ഇത്ര ഓവറുകളിൽ കളി നടക്കുമ്പോൾ ഇത്രാമത്തെ ഓവറിലെ ഇത്രാമത്തെ ബോളിൽ ഒരു കർച്ചീഫ് എടുത്ത് വീശുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള ഒരു പുതിയ ഗെയിം തന്ത്രവും വന്നത് ഈ വാണിജ്യത്തിന്റെ കൂടെയാണ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മിഷനറി ഇല്ല. പാർലമെന്റിൽ വരെ ഇത് ചർച്ച ചെയ്തതാണ്.
അത് ഇന്ത്യയുടെ മെഷീനറിയുടെ കുഴപ്പമല്ല, ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഇത് നടത്താനുള്ള ഏറ്റവും കഴിവും തന്ത്രവും ബുദ്ധിയും എന്ന് കരുതിയതുകൊണ്ടാണ്. ബുദ്ധിയുള്ള ആളുകൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ലോധ ചില ആളുകളുടെ പേര് പറഞ്ഞത്. ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി വെക്കാം, അതനുസരിച്ച് കാര്യങ്ങൾ പോകാമെന്ന് പറഞ്ഞത് അവർ നടത്തി കാണിക്കും, അതിന് അനുവാദം കൊടുക്കൂ. ജസ്റ്റിസ് ലോധ നിയോഗിച്ച ഒരു ഉന്നതനായ ക്രിക്കറ്ററായിരുന്നു സുനിൽ ഗവാസ്കർ. അദ്ദേഹം ഗവേണിംഗ് കൗൺസിൽ ചെയർമാനായിട്ട് IPL നടത്തി. അതിനുശേഷം ഇതൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അത് കണ്ടുപിടിക്കേണ്ട ചുമതലയുണ്ട്. IPL-ന്റെ അന്വേഷണം നടക്കട്ടെ. അതിൽ കുറ്റക്കാർ ഏതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജമ്മു ക്രിക്കറ്റ് അസോസിയേഷൻ, ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷനിൽ അഴിമതിയുണ്ട്. അഴിമതിയുള്ള അസോസിയേഷന്റെ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഉത്തരവെടുത്ത്, അതല്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള BCCIക്ക് സൗകര്യമുള്ള ഉത്തരവുകളല്ല. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചാണ് സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. ഈ BCCIക്ക് മാത്രം എന്താണ് കൊമ്പ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പലതവണ സുപ്രീം കോടതി ഉത്തരവ് ജഡ്ജ്മെന്റ് പോലും മാറ്റിവെച്ചു. കാരണം ഇത് BCCI കേൾക്കുമോ എന്ന് സംശയം അവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഉത്തരവ് എന്നുള്ള നിലയ്ക്ക് വരുന്നു, ജഡ്ജ്മെന്റ് ആകാതെ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതികളെ പോലും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഈ BCCIയുടെ തലപ്പത്തുള്ള ക്രിക്കറ്റ് അറിയാത്ത, രാഷ്ട്രീയം മാത്രമുള്ള അനുരാഗ് ഠാക്കൂറിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. വീണ്ടും അത് എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ശ്രീ രംഗനാഥനെ പോലുള്ളവരല്ല. ഇല്ലല്ല, ഞാൻ അതിനൊന്നും തർക്കിക്കുന്നില്ല. ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്പോർട്സും എടുക്കട്ടെ, എല്ലാ സ്പോർട്സും എടുക്കാം. നമുക്ക് ഹോക്കി തൊട്ട് ഫുട്ബോൾ അല്ല, ക്രിക്കറ്റ് മാത്രം എന്തിനാണ് ഇത്ര ഫോക്കസ് ചെയ്യുന്നത്? ക്രിക്കറ്റിലാണ് ഇത്രയധികം അഴിമതി. അല്ലല്ല, അഴിമതി മാത്രമല്ല, അപ്പൊ മറ്റുള്ള സ്പോർട്സിൽ അഴിമതി ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ കോമൺവെൽത്ത് ഗെയിംസ് തൊട്ട് പല കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ കോടതി എന്തുകൊണ്ട് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞതിന് എന്തിനാണ് നിങ്ങൾ പുതിയ മറ്റ് ഗെയിമുകളെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞ കേട്ടാ പോലെ. അല്ലല്ല, സുപ്രീം കോടതി പറയുന്നത് ഏത് കാര്യമാണ് അംഗീകരിക്കാത്ത? മൂന്ന് കാര്യമാണ് BCCI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിർദ്ദേശം, അത് സുപ്രീം കോടതി പറയുന്ന പ്രകാരമല്ല, ഒരു നിർദ്ദേശം ഇപ്പോൾ BCCI വെക്കുന്നു. ഒന്ന് ഈ വോട്ടിംഗ് റൈറ്റിന്റെ, അതിലെന്താണ് തെറ്റ്? ഇപ്പോൾ സൗരാഷ്ട്രയോ അല്ലെങ്കിൽ വിദർഭയോ വോട്ട് ചെയ്തുകൊണ്ട് എന്താണ് തെറ്റ് വരുന്നത്? എനിക്ക് അതൊന്നും അറിയണം. ഇപ്പോൾ സിക്കിം ആയാലും മണിപ്പൂർ ആയാലും നിങ്ങൾക്ക് കോടതിയിൽ പറയാനുള്ള അവസരങ്ങൾ കഴിഞ്ഞു. പുനഃപരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണ്ടല്ലേ, ഞാനൊരു കളിയുടെ ശ്രീ രംഗനാഥൻ, ഈ ജസ്റ്റിസ് ലോധ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് 2015 ഏപ്രിൽ മുതൽ ഇങ്ങോട്ടുള്ള 1.5 വർഷത്തെ ഇടപാടുകളിലൂടെയാണ് ഇതാ സുപ്രീം കോടതിയെ കൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിയിരിക്കുന്നത്. ജസ്റ്റിസ് ലോധ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ സംഘടനകൾ എന്താണ് ചെയ്യാനായിട്ടുള്ള നിയമപരമായ അധികാരമുള്ളത് അതനുസരിച്ച് BCCI ചെയ്യുക, ഇല്ലെങ്കിൽ മാറിപ്പോവുക. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ 3 സെലക്ടേഴ്സിന്റെ ഒരു കാര്യം ജസ്റ്റിസ് ലോധ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഒരു സാമാന്യം ഒരു കളിക്കാരനോ അല്ലെങ്കിൽ കളിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാൻ പറ്റും 3 സെലക്ടേഴ്സ്, അവരെ അതിനൊരു ക്രൈറ്റീരിയ വെക്കട്ടെ. ഇന്ത്യ കളിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത്ര മത്സരങ്ങൾ കളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ടീം സെലക്ടറായിട്ട്. അതിലൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പക്ഷേ ചെറിയ കാര്യമല്ല, അല്ലല്ല, അത് തെറ്റാണ്. കാരണം എന്താ പറയുക, എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു 3 സെലക്ടേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മൊത്തം 25 സെന്റേഴ്സിൽ ഇപ്പോൾ കളി നടക്കുമ്പോൾ ഈ കളിക്കാരുടെ ഒരു ടാലന്റ് അവർക്ക് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത, നാളെ ഇവിടെ തന്നെ ചോദ്യം വരും, 3 സെലക്ടേഴ്സ് ആണോ ഈ ഒരു ടീമിനെ സെലക്ട് ചെയ്തതെന്ന് പറയും. അപ്പൊ അത് കുറ്റമല്ല. നിങ്ങൾക്ക് വേണ്ടത് സൗരാഷ്ട്രയെ പോലെ വിദർഭയെ പോലെയുള്ള ചില അസോസിയേഷനുകൾക്ക് വോട്ടിംഗ് റൈറ്റ് വേണം. കാരണം അവിടെ പരമ്പരാഗതമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ആളുകളുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം. അവർക്ക് BCCIയുടെ തലപ്പത്തേക്കും വരേണ്ടി വരും. അവർക്ക് അതിനുള്ള വഴിയൊരുക്കണം. ചില രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നതിനെ തടസ്സമിട്ടിട്ടുണ്ട് ജസ്റ്റിസ് ലോധ കമ്മിറ്റി. ചില നല്ല രാഷ്ട്രീയക്കാർക്ക് തന്നെ മന്ത്രിമാരായിരിക്കെ പറ്റില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറ്റില്ല. ഇതിനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നം. അപ്പൊ മറ്റുള്ള സ്പോർട്സിന് ഇത് ബാധകമല്ലേ? ശരി, സുപ്രീം കോടതി എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല? എല്ലാ ഈ കാര്യത്തിൽ താല്പര്യം വേറെയുണ്ടോ? അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഞാൻ ജസ്റ്റിസ് ശ്രീ ദേവദാസിലേക്കും ശ്രീ രാഹുൽ ഈശ്വറിലേക്കും വരാം. അതിനു മുമ്പ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് MR അഭിലാഷ് ചർച്ചയിൽ ചേരുന്നു. അഭിലാഷ്, സുപ്രീം കോടതിക്ക് ഈ BCCIയിൽ മാത്രം എന്ത് താല്പര്യം? സുപ്രീം കോടതിക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ BCCIയിൽ ഒരു നിക്ഷിപ്ത താല്പര്യവുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 2013 ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ കേസിൽ, അപ്പോൾ അവിടെ ഒരു ലിറ്റിഗൻ്റ്, ഒരു പാർട്ടി, അഫക്റ്റഡ് പാർട്ടി കോടതിയുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടതിയുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയും BCCI കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാടെടുക്കുകയും അതിനുശേഷം കോടതി BCCI ഒരു കാസിനോ അല്ല, റിച്ചിന് പണമുള്ളവർക്കും ഇൻഫ്ലുവൻസ് ഉള്ളവർക്കും മാത്രം വെച്ച് കളിക്കാവുന്ന ഒരു കാസിനോ അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് തന്നെ
കോടതി ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം ചൂണ്ടിക്കാട്ടി അത് സ്റ്റേറ്റ് അല്ലെങ്കിലും രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ, രാഷ്ട്രത്തിൻ്റെ സ്പോർട്ടിംഗ് അരീനയുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്ന, ഇന്ത്യയിലെ യുവാക്കളുടെ മുഴുവൻ ഹരമായി മാറിയ ആ ഒരു ക്രിക്കറ്റിംഗ് എന്നുള്ള ആ ഫംഗ്ഷൻ നടത്തുന്ന ആ ഒരു ബോഡി അതിനൊരിക്കലും അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ സ്റ്റേറ്റസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അങ്ങനെ ഒരു കേസിൽ അഡ്ജൂഡിക്കേഷൻ നടത്തുകയായിരുന്നു. അപ്പോൾ കോടതിക്ക് തന്നെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു പാർട്ടി കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അങ്ങനെയുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവന് നീതി നിഷേധിക്കാൻ കഴിയില്ല. 142-ാമത്തെ അനുച്ഛേദ പ്രകാരം കോടതിക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഏത് ഓർഡറും പാസ്സാക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഒരു പെറ്റീഷണർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിക്കറ്റിംഗ് ഫീൽഡിലെ ഇത്ര മലീമസമായിരിക്കുന്ന ക്രിക്കറ്റിംഗ് ഫീൽഡ് ഒരു പ്രൈവറ്റ് കാസിനോ പോലെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ഫീൽഡിനെ ക്ലൻസ് ചെയ്യുവാൻ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി. ശരി, ആ ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള കോടതി അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് ലോധ ഈ ശുപാർശകൾ കൊടുത്തിട്ട് മാസങ്ങളായി, അതിന്റെ പുറത്ത് BCCIക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും മാസങ്ങളായി, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഡിസംബർ 30 വരെയൊക്കെയുള്ള ഒരു തീയതി അങ്ങോട്ടിട്ടുകൊണ്ട് ഈ കോടതി പോലും BCCIക്ക് മുമ്പിൽ ഏത് അനുച്ഛേദം അനുസരിച്ച് അത് എന്തായി മാറുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നിൽക്കുന്നത്? അല്ല, സുപ്രീം കോടതി ശരിക്കും ഒരു മെച്യൂരിറ്റി ഓഫ് റെസ്പോൺസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കോടതി തീരുമാനങ്ങൾ ശരിക്ക് കംപ്ലൈ ചെയ്യിപ്പിക്കാൻ കോടതിക്ക് അറിയാവാഞ്ഞിട്ടല്ല, അത് സുബ്രത റോയ്ക്കും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനുമൊക്കെ അറിയാം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഡൽഹി CNG കേസിൽ അവസാനം ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരെ പിടിച്ച് ജയിലിലാക്കും അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന AS ആനന്ദ് അങ്ങനെ ഡയറക്റ്റ് ചെയ്യുകയുണ്ടായി. വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഡൽഹിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം CNGയിലേക്ക് മാറ്റുകയുണ്ടായി. ഇപ്പോൾ കോടതി കാണിക്കുന്നത് ഒരു മെച്യൂരിറ്റി ഓഫ് റെസ്പോൺസ് ആണ്. അപ്പോൾ പരമാവധി എത്രത്തോളം കംപ്ലൈ ചെയ്യിപ്പിക്കാൻ ഒക്കുമോ അത്രത്തോളം വളരെ മാന്യമായി കംപ്ലൈ ചെയ്യിപ്പിക്കുക. ചീഫ് ജസ്റ്റിസ് ഠാക്കൂർ പറയുകയുണ്ടായല്ലോ, വിൽ എൻഷുർ ദാറ്റ് യു വിൽ ഫോൾ ഇൻ ലൈൻ. ഈ മെസ്സേജുകളൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ആദ്യത്തെ ഡെഡ് ലൈൻ സെപ്റ്റംബർ 30 ആയിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഡെഡ് ലൈനിൽ തന്നെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ലോധ കമ്മിറ്റിയെ മീറ്റ് ചെയ്യുവാൻ ഞങ്ങളൊരു പോയിന്റ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ക്വിൻറ്റസെൻഷ്യൽ റിബലായിട്ടുള്ള ജസ്റ്റിസ് റിട്ടയർഡ് മാർക്കണ്ഡേയ കജ്ജുവിനെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്യുകയും അദ്ദേഹം മാത്രമേ കാണുള്ളൂ എന്നുള്ള ഇങ്ങനെയുള്ള കടുംപിടുത്തത്തിലൂടെയും ഷാഢ്യത്തിലൂടെയും കോടതി ഉത്തരവിനെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സർക്കംവെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു മൂഢബോധം ഈ രാഷ്ട്രീയ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. സുപ്രീം കോർട്ട് നോസ് ഹൗ ടു എൻഷുർ. ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഈ കോടതി വിധി വന്നതിന് ശേഷവും ഇത്രയും ഫ്ലെക്സിബിളായി സമയം കൊടുക്കുന്ന സാഹചര്യങ്ങൾ മുൻപുണ്ടോ? എന്തുകൊണ്ട് BCCIക്ക് മാത്രം? അതുപോലെ തന്നെ ശ്രീ രംഗനാഥനും അറിയേണ്ട ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് BCCIയിൽ മാത്രം ഇടപെട്ടു? ഇതുപോലെ മറ്റ് സ്പോട്ടുകൾ ഇവിടെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ എന്തുകൊണ്ട് കോടതി സ്വയമേ തന്നെ സംശയമുണ്ടായി അതിലേക്ക് കടന്നു ചെല്ലേണ്ട സാഹചര്യം പോലും ഉണ്ടല്ലോ? കോടതി സാധാരണ ഓർഡർ എൻഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ കോംപ്ലക്സിറ്റി എല്ലാം സുപ്രീം കോടതി തീർച്ചയായിട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്രിക്കറ്റിംഗ് സ്പോട്ടിൽ ഇത്രയധികം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ വ്യവസ്ഥയെ റീവാമ്പ് ചെയ്യുക, ഭാവിയിലേക്ക് ഈ ക്രിക്കറ്റിംഗ് ഓർഗനൈസേഷനെ ഷേപ്പ് ചെയ്യുക എന്നുള്ള ഒരു ദൂരവ്യാപകമായ ഒരു ദൗത്യം, ഒരു ഫാർ റീച്ചിങ് ഒബ്ജക്റ്റീവ്, അത് സുപ്രീം കോടതിക്ക് അതറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മെച്യൂരിറ്റി ഓഫ് റെസ്പോൺസ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ 30-ാം തീയതി ഡെഡ് ലൈൻ പറഞ്ഞു, അന്ന് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പോൾ കോടതിക്ക് തന്നെ അറിയാം അത് കോടതിയോടുള്ള ഒരു ഡെഫയൻസ് ആണ് കാണിച്ചത്. പക്ഷേ കാവേരി പ്രശ്നത്തിൽ കാണിച്ചതുപോലെ തന്നെ കോടതി ഒരു ലെറ്റ് സീ ഹൗ ലോങ് ദേ വിൽ ഗോ, അങ്ങനെ ഒരു മെച്യൂരിറ്റി ഓഫ് റെസ്പോൺസ് ആണ്. അത് കോടതിയുടെ ബലഹീനതയല്ല, അങ്ങനെ നാം കണക്കാക്കരുത്. ഭരണഘടനയുടെ 129-ാം അനുച്ഛേദ പ്രകാരം കോർട്ടിന് ഏത് ഓർഡറും പാസ് ചെയ്യാം. സുബ്രത റോയ്ക്കാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം അത് മനസ്സിലായിട്ടുള്ളത്. രംഗനാഥൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, അത് എന്താണ് ഈ ഘട്ടത്തിൽ ഒന്ന് പറയാമെങ്കിൽ പെട്ടെന്ന്. അല്ലല്ലേ, ഇതിൽ വരുന്നത് കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞു. കോടതി എന്നാണെങ്കിൽ അതിൽ എന്തൊക്കെ തെറ്റുണ്ടോ അതിനൊരു അന്വേഷണത്തിനും കൂടെ ഉത്തരവിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് ഇപ്പൊ IPL ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിനെപ്പറ്റി ഒരു വ്യാഖ്യാനവും തെറ്റ് പറയാം. ശ്രീ രംഗനാഥൻ ഇത്രയും ചെറിയ സംശയമായിരുന്നു ഞാൻ തന്നെ IPLന് ഒരേ ഗവേണിംഗ് കൗൺസിൽ, അത് തന്നെയാണ് BCCIക്കും ഉള്ളത്. രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഇതിനകത്തൊക്കെ കാണുന്നുണ്ട്. ഫണ്ട് തോന്നിയതുപോലെയാണ് വിനിയോഗിക്കുന്നത്. BCCI ഈ മറ്റുള്ളവർക്കും എല്ലാം കൊടുക്കുന്നു. IPLനും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സ്ക്രൂട്ടനിങ്
ഇത്രയും കാലമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ ഇല്ലായിരുന്നു. ഇനി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശ്രീ ദേവദാസും കൂടി ഇതാ കൂട്ടിച്ചേർക്കും. അദ്ദേഹം അക്ഷമനായി അവിടെ നിൽക്കുകയാണ്. ശ്രീ ദേവദാസ് പറയൂ. ലാലെ, എനിക്ക് ഈ രംഗനാഥനോട് മറുപടി പറയാനുള്ള ടൈം തരണം. എന്തെന്നാന്ന് പറഞ്ഞാൽ രംഗനാഥൻ ഏത് കാലവും ഈ ബണ്ടി ചോസ് കൺട്രോളിങ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ വെന്റിലേറ്ററിലാണ് ഉള്ളത്. അത് സുപ്രീം കോടതി ഒരു ഇതിൽ ഗ്ലൂക്കോസ് കൊടുത്തിയാ. പക്ഷേ ഈ കിടന്നെടുത്തുനിന്ന് ഗ്ലൂക്കോസ് കിട്ടിയപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ പോക്കറ്റ് അടിക്കാൻ നോക്കുന്ന ഈ ഗോവിന്ദചാമിയാള ഈ BCCI അതിനുള്ള കൂട്ടുകൂടുന്ന ആ സ്റ്റേറ്റ് അസോസിയേഷൻ അതിനെയാണ് രംഗനാഥൻ ന്യായീകരിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റാണ് ജൂലൈ 18 പെർ ബ്രഡ്മൻ ലോധ കമ്മിറ്റി ഓവർലുക്ക് ചെയ്യണം ടിൽ December 13 റിഫോർമേഷൻ ഓഫ് BCCI ഒന്നുപോലും ചെയ്യാണ്ട് സെപ്റ്റംബർ 21 ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് 3 സെലക്ടർ 1 സെലക്ടർ പോരെ. എന്താ പറയുക, ഈ കോച്ചിന് അതൊന്നുമല്ല പ്രശ്നം. എന്നിട്ട് AGM വിളിച്ചു, പിന്നെ ഒരു 30 SGM വിളിച്ചു, പിറ്റേന്ന് എന്തോ ഒരു ടെക്നിക്കൽ ഫാക്സിൻ്റെ റീസൺ പറഞ്ഞിട്ട് പിറ്റേന്ന് വേറൊരു റീസൺ പറഞ്ഞിട്ട് 400 കോടി ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ തവണ കളിക്കാത്തതിൻ്റെ കോമ്പൻസേഷൻ 400 കോടി ഈ സ്റ്റേറ്റ് അസോസിയേഷന് വീതിച്ച് നൽകി. ഈ ഗോവിന്ദചാമിയക്ക് ഈ വീരപ്പന്മാർക്ക് കഞ്ഞി വെക്കുന്ന സ്റ്റേറ്റ് അസോസിയേഷന് വീതിച്ച് നൽകി ഓരോ വോട്ട് വാങ്ങിയിട്ട് 4-ാം തീയതി വീണ്ടും ഞങ്ങളൊന്നും ഈ ലോധ കമ്മീഷനെ അംഗീകരിക്കുന്നില്ല. വിദർഭിയും വെടിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും അതിനകത്ത് താങ്കൾ പറഞ്ഞ 2 പരാമർശങ്ങൾ, ഇതിനകത്ത് ഗോവിന്ദചാമിമാരും വീരപ്പന്മാരും എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും കൃത്യമായി പറയാൻ സാധിക്കുമോ? എന്ത് കാട്ടുകൊള്ളയാണ് ഇതിനകത്ത്, എന്ത് ക്രൈമാണ് ഇവർ നടത്തിയത് എന്ന് കൂടി പറഞ്ഞു കൊടുക്കൂ. എന്നാലും ശ്രീ രംഗനാഥൻ അത് തൃപ്തിയാകും. അല്ലെങ്കിൽ വെറും വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രശ്നമായി മാറും. കേസ് നേരിടുന്നു. ജമ്മു ആൻഡ് കാശ്മീർ 113 കോടി, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പം 3 കോടി, എല്ലാം ഇവർക്ക് കണക്കില്ല ഇവരെടുത്ത്. പിന്നെ 2010 ഇവർ കൊടുത്ത ടെൻഡറിൽ WSJ എന്ന് പറയും വേൾഡ് സ്പോർട്സ് ഗ്രൂപ്പിന് കൊടുത്തതിൽ 425 കോടി ഒരു സോണി ചാനലിന് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവരെടുത്ത് CBI പോയപ്പം രേഖയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒതുക്കി. പിന്നെ ഒന്ന് നോക്കണം, 2013 നിങ്ങൾ പറഞ്ഞില്ലേ ശ്രീശാന്തിനെ ബാൻ ചെയ്തു, പക്ഷെ മെയ്യപ്പനും TN ശ്രീനിവാസനുള്ള CSK ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ മൂടി വെക്കാൻ നോക്കി. അങ്ങനെയല്ലേ യാദവിനെ കൊണ്ടുവന്നു. ഇവർ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിർത്തി ശ്രീനിവാസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡാൽമിയനെ പിടിച്ചിരുത്തിയിട്ട് പിന്നെയും തിരിച്ചു വന്നു. അപ്പല്ലേ സുപ്രീം കോടതി ഇടപെട്ടത്. സുപ്രീം കോടതി ഇടപെട്ട് 1.5 കൊല്ലം കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. രംഗനാഥൻ കണ്ണടച്ചിട്ട് ഇതാക്കുന്നതല്ലേ, കണ്ടുപിടിച്ചിട്ട് ജൂലൈ 18 ഇപ്പൊ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ഇത് അത്. എന്നിട്ട് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാത്തതെന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ഇപ്പൊ 20,000 കോടിന്റെ ടെൻഡർ വരുന്നുണ്ട് മറ്റന്നാൾ 26-ന്. അപ്പൊ കൈയിട്ട് വാരാന്ന് നോക്കുമ്പോഴാണ് സുപ്രീം കോടതി ഇവർക്ക് വേണ്ടത് ബോർഡ് ഓഫ് കൺട്രോൾ. ഞാൻ തിരിച്ചു വരാം. ശ്രീ രംഗനാഥൻ, ഞാൻ രാഹുൽ ഈശ്വറിലേക്ക് 1 മിനിറ്റ് ശ്രീ രംഗനാഥന് കൊടുത്തിട്ടാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സംശയങ്ങളൊക്കെ ശ്രീ രംഗനാഥന് മാറണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ദേവദാസിന്റെ ഭാഷ വളരെ കടന്നു പോകുന്നുണ്ടെന്ന് അങ്ങേക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷെ എന്നാൽ പോലും സുപ്രീം കോടതി വളരെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ തന്നെ പുറത്താണ്. ഇമ്പോസ് കണ്ടീഷൻ ഓൺ എന്താണ് ടെൻഡർ ആൻഡ് കോൺട്രാക്ട്സ് ഓഫ് BCCI. എങ്ങനെയാണ് അവർക്ക് എത്ര വരെ ഈ ടെൻഡറിലേക്കൊക്കെ പോകാൻ സാധിക്കും എന്നുള്ളത് അന്വേഷിക്കാൻ പോവുകയാണ് ഈ സുപ്രീം കോടതി. അതിനാണ് ലോധ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഓഡിറ്ററെ, ഇൻഡിപെൻഡന്റ് ഓഡിറ്ററെ വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ചെക്ക് ഓൾ ഹൈ വാല്യൂ കോൺട്രാക്ട്സ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഈ സംശയം ഉള്ളത് കൊണ്ടാണ് ശ്രീ രംഗനാഥൻ. അല്ലേ, എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ് ദേവദാസ്. അത് മാത്രമല്ല ക്രിക്കറ്റിനെ ഏറ്റവും കൂടുതൽ കീനായിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തി. കേരള ക്രിക്കറ്റിൻ്റെ കാര്യമായാലും ഈ BCCIയുടെ കാര്യമായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം BCCI ഫണ്ട് കൊടുക്കുന്നത് ആർക്കാണ്? സ്റ്റേറ്റ് അസോസിയേഷനാണ്. ഇവിടെ ഞാൻ വ്യക്തമാക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നു, ഫണ്ട് കൊടുക്കുന്നത് സ്റ്റേറ്റ് അസോസിയേഷനാണെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷനിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞു, ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇപ്പോൾ CBI എൻക്വയറി നടക്കുകയാണ്. സ്റ്റേറ്റ് അസോസിയേഷൻ്റെ ആരൊക്കെയാണ് അതിൽ കുറ്റക്കാരെങ്കിൽ അവരെ കണ്ടുപിടിക്കട്ടെ. BCCI എന്താണ് തെറ്റിയത്?
BCCI ഫണ്ട് കൊടുക്കുന്ന സംസ്ഥാനത്തെ ശ്രീ രംഗനാഥൻ, ഇൻഫ്രാസ്ട്രക്ചർ അതിനൊക്കെ മുമ്പ് ആദ്യം ശരിയാകേണ്ടത് ഈ സ്റ്റേറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് കൃത്യമായി ഈ നിയമത്തിനകത്ത് വരുന്ന സ്റ്റേറ്റ് അസോസിയേഷൻ ആണോ എന്നുള്ളതാണ്. അത് ശരിയാക്കാനാണ് November 15 എന്നൊരു ഡെഡ് ലൈൻ ഇപ്പോ ലോധ കമ്മിറ്റി കൊടുത്ത് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടത്തണം, അത് ആസ് പെർ ന്യൂ റൂൾസ് ആയിരിക്കണം. അത് കഴിഞ്ഞ് December 15 പുതിയ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത്. BCCIയുടെ അപ്പെക്സ് കൗൺസിൽ അവിടെയാണ് തീരുമാനിക്കപ്പെടേണ്ടത്. പുതിയ കമ്മിറ്റികൾ December 30 മുമ്പ് നിലവിൽ വരണം. അതുപോലെ IPL കമ്മിറ്റിയും വ്യത്യസ്തമായി തന്നെ ഉണ്ടാകണം. ഇതൊക്കെ ഇതനുസരിച്ച് ഉണ്ടായതിനു ശേഷം നമുക്ക് പറയാം. ഇല്ലല്ല, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയാണ്. താങ്കൾക്ക് ആർക്കെങ്കിലും സൗരവ് ഗാംഗുലിയെ പറ്റിയ അല്ലെങ്കിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷനെ പറ്റിയ ഒരു കുറ്റം പറയാൻ പറ്റുമോ? കർണാടക അങ്ങനെ പറയാൻ പറ്റില്ല. സൗരവ് ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ, ഈ പേരുകളൊക്കെ വെച്ച് BCCI മുതലാക്കരുത്. അതാണ് കുഴപ്പം. പ്രാദേശികമായ സംഘടനകൾക്കകത്ത് ഇതുപോലെയുള്ള നല്ല പേരുകൾ എടുത്തു വെച്ചിട്ട് അവിടെ ഇനി ഇലക്ഷൻ വേണ്ട, അവിടെ അവർക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നത് തെറ്റാണ് ശ്രീ രംഗനാഥൻ. അത് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബഡ്ജറ്റ് കഴിയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്ക് വീതം കൊടുക്കുന്ന മാതിരി ആവില്ലേ? അവര് അത് ചെലവഴിക്കുന്നുണ്ടോ? അവരതിന് എന്തൊക്കെ അതൊക്കെ അതൊരു ന്യായമല്ല. അതല്ല, ഇത് ഒരു സംസ്ഥാനത്ത് എത്ര അസോസിയേഷനുകൾ ഉണ്ട്, അതിൽ ഏത് അസോസിയേഷനാണ് കൃത്യമായി നിയമപരമായി വരുന്നത് എന്ന് നിങ്ങൾ തീർപ്പാക്കുക ആദ്യം. അല്ല, അത് ഒരു ഇപ്പൊ മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള വിദർഭയായാലും മറ്റുള്ള ബൊംബെ ആയാലും മഹാരാഷ്ട്ര ആയാലും ഇങ്ങനെയുള്ള ആ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഈ ഫണ്ട് ചെലവഴിച്ചത്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് ലാൽ അത് പറയണം. എന്താ ഇത് കണ്ണടച്ചിട്ട് ഇരുട്ടക്കുന്നയാ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ BCCI കോടതിയിൽ പറഞ്ഞത്, കപിൽ സിബൽ പറഞ്ഞത്, സ്റ്റേറ്റ് അസോസിയേഷൻ്റെ 4/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് ലോധ കമ്മീഷൻ ഇതാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് BCCI സുപ്രീം കോടതി സ്റ്റേറ്റ് അസോസിയേഷനോട് പറഞ്ഞ സത്യവാങ്മൂലം നൽകാൻ. നിങ്ങൾ ലോധ കമ്മീഷൻ എന്താ BCCIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ രംഗനാഥനോട് ഒരു ചോദ്യം ചോദിക്കും. പല സ്റ്റേറ്റ് അസോസിയേഷൻ്റെ ചീഫ് അനുരാഗ് താക്കൂറാണ് ഹിമാചൽ ക്രിക്കറ്റ് ചീഫ്, TC മാത്യു വൈസ് പ്രസിഡന്റാണ് കേരള ക്രിക്കറ്റ് ചീഫ്, രാജീവ് ശുക്ലയാണ് ഉത്തർപ്രദേശ് ചീഫ്, ജെറ്റ്ലിയാണ് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ ഭരിക്കുന്നത്, ഫാറൂഖ് അബ്ദുൾ, ഇതെല്ലാം BCCIന്റെ തലപ്പത്തുള്ളവരാ. എന്നിട്ട് ഇവരാണ് പറയുന്നത് സ്റ്റേറ്റ് അസോസിയേഷൻ. അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള രാജീവ് ശുക്ലയെ പോലുള്ള രാഷ്ട്രീയക്കാരൊക്കെ പോയി ഈ BCCIയുടെ തലപ്പത്തും ഇരിക്കും, പല സ്റ്റേറ്റ് അസോസിയേഷന്റെയും തലപ്പത്തിരിക്കും. അവിടെയാണ് അവർക്ക് ഈ ഫണ്ടൊക്കെ കിട്ടുമ്പോൾ അവരുടെ പോക്കറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതാണ് കൂച്ചുവിലം കിട്ടത്. അതിനെയാണ് ഇപ്പോൾ വീണ്ടും മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഓൾട്ടർനേറ്റീവായി വന്നിരിക്കുന്നത്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് പൈസ നേടി മുന്നോട്ട് വന്നായിട്ടോ എവിടെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. ശരിയാണ്, തെളിയിക്കാൻ. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി BCCIയുടെ ക്രിക്കറ്റിനെ മാത്രമല്ല BCCIയുടെ ഒരു ആരാധകനാണ്. പ്രത്യേകിച്ച് അനുരാഗ് താക്കൂറിനെ പോലെ വളരെ സ്റ്റാൻഡിംഗ് ഉള്ള, വളരെ യങ് ഏജിൽ തന്നെ വളരെ അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്. നമ്മൾ BCCIയെ ഒരു കാടടച്ച് വെടിവെച്ച് കരിവാരിത്തേക്കുന്ന ഒരു സമീപനം. October 6 അനുരാഗ് താക്കൂർ പറഞ്ഞതുപോലെ ലോധ കമ്മീഷൻ ചെയ്തത് ഇൻഇഫക്റ്റ് BCCIയെ ടാർണിഷ് ചെയ്യുകയാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാരും പറയുന്നില്ല. പക്ഷേ BCCIയുടെ BCCI ടാർണിഷ് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർ ഏറ്റുവാങ്ങി, അവർ നിയമപരമായി പോയില്ല. 8:30 ആയിരിക്കുന്നു. ഇപ്പൊ ഈ ചർച്ച 30 മിനിറ്റ് കടന്നിരിക്കുന്നു. ഈ 30 മിനിറ്റ് അങ്ങ് കേട്ടുകൊണ്ടിരുന്ന കുറ്റങ്ങൾ മുഴുവൻ BCCI ചെയ്തുകൊണ്ടിരുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അതിൽ. ഒന്ന്, അനുരാഗ് താക്കൂർ പറഞ്ഞതുപോലെ ഇത് BJPയുടെ ആണെങ്കിലും കോൺഗ്രസിനൊക്കെ സമാനമായ നിലപാടാണ്. അത് കാര്യം കൈയിട്ട് വരാൻ വേണ്ടിയുള്ളതല്ല, പ്രായോഗിക ഇതിനകത്ത് പ്രധാനമാണ്. ക്രിക്കറ്റിന്റെ അല്ലെങ്കിലും രണ്ട് സുപ്രീം കോടതി കമ്മീഷനിൽ ഇരുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, പലപ്പോഴും കമ്മീഷനിൽ വരുന്നവർ പ്രായോഗിക നോക്കിയല്ല, തത്വാധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ബട്ട് ഇൻ ഇഫക്ട് അതുകൊണ്ടാണ് അവരെ കമ്മീഷനാക്കി വെക്കുന്നത് ശ്രീ രാഘവ് ഈശ്വർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുരാഗ് ഠാക്കൂറിനെ തന്നെ പിടിച്ചൊരു കമ്മീഷന്റെ ചെയർമാനാക്കിയാൽ മതി. അദ്ദേഹത്തിന് ക്രിക്കറ്റും അറിയാം, രാഷ്ട്രീയം അറിയാം. ഇതൊന്നും അല്ലാത്ത നിഷ്പക്ഷനായ ലോധയെയാണ് കമ്മിറ്റി ചെയർമാനാക്കി മാറ്റിയത്. ലോധയും സുപ്രീം കോടതിയല്ല എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ പ്രായോഗികതയിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും അക്കോമഡേറ്റ് അപ്രായോഗികത ആർക്കാണ് അപ്രായോഗികം? രാഷ്ട്രീയക്കാരനല്ലാന്ന് എവിടെന്നെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നമ്മുടെ രാഷ്ട്രീയക്കാർ വേണ്ട എന്നല്ല, മന്ത്രി ആയിരിക്കരുത്,
മന്ത്രിയായിരിക്കുന്ന ആൾ BCCIയുടെ തലപ്പത്തേക്ക് വരേണ്ട രാഷ്ട്രീയക്കാർ ആവശ്യമില്ല. പൊതുവെ നല്ല പാരമ്പര്യം organisers വെച്ചിട്ടാണ് ആണ്. അതുകൊണ്ടാണ് ശ്രീ അവർ അരുൺ വരുന്നത്. ജെയ്റ്റ്ലിയെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ ശ്രീ ശരത് പവാറിനെ പോലെയുള്ള ഒരാൾ അവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇത്രയും കോടാനുകോടി പണത്തിന്റെ അവര് ഇടപാടുകൾ organizing-ന്റെ നടത്തുന്ന administration-ന്റെ BCCI ഭാഗമായിട്ടാണ് വരുന്നത്. അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അല്ല, അവര് സാധിക്കുക? അതിന് organizing-ന്റെ- സുതാര്യതയില്ല, അല്ലല്ല. വിസിബിൾ അല്ല കാര്യങ്ങൾ. സുതാര്യത വേണം എന്ന് ആർഗ്യൂ ചെയ്യുന്നതും BCCI എന്ന സംവിധാനം വേണ്ട എന്ന് ആർഗ്യൂ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. തീർച്ചയായും സുപ്രീം കോടതി പറയുന്ന BCCI എന്ന സംവിധാനം വേണ്ടെന്ന് ആര് പറഞ്ഞു? സംവിധാനം വേണ്ട എന്ന സൂചകമായ കാര്യങ്ങൾ BCCI ഡിസ്മാൻഡിൽ ചെയ്യണം എന്ന രീതിയിൽ ലോധ പലയിടത്തും സംസാരിച്ചു. ഇങ്ങനെയുള്ള BCCIയെ ഡിസ്മാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. എന്റെ കയ്യിൽ തെളിവില്ല. അതെ, പക്ഷേ BCCI-യുടെ ഈ BCCIക്ക് രൂപം മാറി, അതിന്റെ സ്ട്രക്ചർ മാറി, അതിന് സുതാര്യത ഉണ്ടാക്കി നാട്ടിൽ നടക്കുന്ന നിയമത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ക്രിക്കറ്റിന് വേണ്ടി അത് നിലനിൽക്കാം എന്ന ആർഗ്യുമെന്റിനോട് ആർക്കും എതിർപ്പില്ല. പക്ഷേ BCCIയുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ സ്റ്റേറ്റുകളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് അവരുടേതായ മെക്കാനിസം കൂടെ ബഹുമാനിച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് തന്നെയല്ലേ ഈ പ്രായോഗികത അറിയുന്നോണ്ടല്ലേ സുപ്രീം കോടതി പോലും അല്ല, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. സുപ്രീം കോടതിക്ക് പോലും ഈ ന്യൂആൻസ് അറിയുന്നത് കൊണ്ടല്ലേ അവർ സോഫ്റ്റ് പെഡൽ ചെയ്യുന്നത്, അവർ കണ്ടന്റ് ഓഫ് കോർട്ടിലേക്ക് പോകാത്തത്, മാറ്റി മാറ്റി ഡെഡ് ലൈൻസ് കൊടുക്കുന്നത്. കാര്യം വിഷയം വളരെ കോംപ്ലക്സ് ആണ്. വെറും യാന്ത്രികമായ അവിടെ ഒരു മറുപടി അങ്ങയുടെ നിരീക്ഷണം ആവശ്യമുണ്ട്. അതായത് സുപ്രീം കോടതിക്ക് പോലും അറിയാമത്രേ ഈ പറയുന്ന BCCIയിൽ ഒരു സോഫ്റ്റ് പെഡലിംഗ് ആണ് ആവശ്യം, അതിനെ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അതിനെ അല്ലാതെ ഒന്ന് ഹാർഡായി പെഡൽ ചെയ്താൽ പലരും പെഡൽ കുറച്ച് പുറത്തേക്ക് പോകും, അതുകൊണ്ട് പതുക്കെ പെഡൽ ചെയ്യാവൂ എന്ന് രാഹുൽ ഈശ്വർ കണ്ടെത്തുന്നത്. അങ്ങനെ പേടിച്ചാണ് സുപ്രീം കോടതി ഇതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരിതാ. ഞാൻ ഒന്ന് മാത്രം പറയാം, ക്ലാരിറ്റി വരുത്തണം. ലാൽ പറയണം, 2013 IPL ഫിക്സിംഗ് നടത്തിയപ്പോൾ ക്ലോസ് ചോദിക്കൂ, രംഗനാഥനോട് ചോദിക്കൂ, 11.3C ക്ലോസ് ചോദിക്കൂ. 11.3C ക്ലോസ് പറഞ്ഞ് ഇഫ് എൻ ഓണർ ഓർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഓണർ ഇന്റലിജന്റ് ഫിക്സിംഗ് ദാറ്റ് ക്ലബ് ക്യാൻ ബി ടെർമിനേറ്റഡ്. അപ്പൊ CSK ടെർമിനേറ്റ് ചെയ്യണം, RRനെ ടെർമിനേറ്റ് ചെയ്യണം. അതൊന്നും ചെയ്തില്ല. എന്നിട്ട് സുപ്രീം കോടതി 2 കൊല്ലം സസ്പെൻഷനെ കൊടുത്തിട്ടുള്ളൂ. അത് രാഹുൽ ഈശ്വറല്ലോ ഒന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ രംഗനാഥനോട് ചോദിക്കണം. എന്നിട്ട് ഇവർ മൂടി വെക്കാൻ നോക്കി, ഇവർ ശ്രീനിവാസനെ രക്ഷിക്കാൻ നോക്കി, ഇവർ മെയ്യപ്പനെ രക്ഷിക്കാൻ നോക്കി, 12 സീൽ കവർ പ്ലെയറെ നോക്കി. ഇതിൽ ദാവൂദ് ഇബ്രാഹിമ ഇൻവോൾവ്. രാഹുൽ ഈശ്വർ വിചാരിക്കും BJPന്റെ ആ സ്ഥാനാർത്ഥിയെ പാവ ശ്രീശാന്തിനെ ലൈഫ് ബാനാണ്, 3 പേർക്ക് ലൈഫ് ബാനാണ്. ഹിമൻഷു 5ഓളം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റേഴ്സ് ലൈഫ് ബാൻ കൊടുത്ത കാട്ടുകള്ളന്മാരാണ് തൂങ്ങി നിൽക്കുന്നത്. എന്തുകൊണ്ട്? സ്പോട്ട് ഫിക്സിംഗ്, ക്രോസ് ഫിക്സിംഗ്, കോർട്ട് സൈഡ് ഫിക്സിംഗ്, എല്ലാ ഫിക്സിംഗും ആയി. ചെറിയ കാര്യമല്ല ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീശാന്തിനെ പോലെയുള്ള പാവം മലയാളിയായ ഒരു BJP-കാരന് പോലും നീതി കിട്ടാത്ത കാര്യമാണ് ശ്രീ ദേവദാസ് പറഞ്ഞത്. അതായത് വലിയ കടിഞ്ഞാണുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന വലിയ താപ്പാനകളുണ്ട്. അവരാണ് മന്ത്രിയാകുന്നതിനെയും മന്ത്രിമാർ ഇതിനകത്തേക്ക് വരുന്നതിനൊക്കെ ഇപ്പൊ ലോധ കമ്മിറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സമാനമായ മറ്റൊരു രീതിയിൽ ആരോടും. പക്ഷേ പ്രശ്നം ഇതല്ല, BCCIക്ക് കുറെ കൂടെ ട്രാൻസ്പെറൻസി വേണമെന്ന് ആർഗ്യൂ ചെയ്യുന്നതും അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് മൊത്തം ട്രാൻസ്പെറൻസി വേണം. ട്രാൻസ്പെറൻസി വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ BCCIയുടെ സ്റ്റാൻഡിംഗ് അത്ര വലുതാണ്. BCCI ക്രിക്കറ്റിന് മാത്രമല്ല ബാക്കിയുള്ള സ്പോർട്സിന് പോലും ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. അത് മറന്നുകൊണ്ട് ഒരു സമീപനം എന്ത് സേവനം? ബാക്കി ഒരുപാട് സ്പോർട്സിന് ഫണ്ട് കറക്കും BCCI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും കാണാതെ BCCIക്ക് അടിച്ചിട്ട് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ സാമൂഹ്യ സേവനത്തിന് കൊടുക്കുന്നത് പോലെയുള്ള പറച്ചിലാകുന്നു രാഹുൽ ഈശ്വർ. ദാവൂദ് ഇബ്രാഹിം അല്ലല്ല ഒരു മിനിറ്റ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം BCCIയെ കരിവാരി തേക്കാനും BCCI വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന ആരാണ്? ഇവിടെ മീഡിയ റൈറ്റ്സ് ആണ്. മീഡിയ റൈറ്റ്സ് ഓപ്പൺ ആണെന്ന്, ഓപ്പൺ ടെൻഡറാണ്. ഞാൻ പറയാം, BCCI.tv പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അതും പറയാം. കൂടാതെ കോടതി നിർദ്ദേശപ്രകാരം ഒരു സിഇഒനെ വെച്ചു, ഓഡിറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. 2 മികച്ച ഓഡിറ്റേഴ്സാണ് ഇപ്പോൾ BCCIക്ക് ഉള്ളത്. അവരെല്ലാം വളരെ അക്കൗണ്ടബിൾ എന്ന് വെച്ചു. ഈ ഒരു IPL-ന്റെ അഴിമതി ആരോപണത്തിന് ശേഷം നിങ്ങൾ ആരോപണം വന്നപ്പോ ഇത് ആളുകൾ പിടിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, BCCIയുടെ മേൽ ആ ഒരു അഴിമതി ആരോപണം നടത്തിയത് ആരാണോ അവരെ കണ്ടുപിടിക്കട്ടെ, അവരെ കണ്ടുപിടിച്ച് നടപടിയെടുക്കട്ടെ. എന്തുകൊണ്ട് IPL അന്വേഷണം നീണ്ടുപോകുന്നില്ല? അത് ഇതിനകത്തൊക്കെ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ശ്രീ രംഗനാഥനെ പോലുള്ള അഴിമതി നടന്നെന്നുള്ളത് വ്യക്തമായിട്ട്
അന്വേഷണത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അഴിമതി നടന്നെങ്കിൽ കുറ്റക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കട്ടെ. ഈ അന്വേഷണം നടത്തേണ്ടവർ ആരാണ് ശ്രീ രംഗനാഥൻ? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ പറയാം എന്റെ ചോദ്യം ഇതാണ് ശ്രീ രംഗനാഥൻ. അതായത് BCCIയുടെ തലപ്പത്തൊരു മന്ത്രിയാണ് വരുന്നതെങ്കിൽ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മന്ത്രിക്ക് അവിടെ BCCIയുടെ തലപ്പത്ത് ഇരിക്കാൻ ഉള്ള ഇടയുണ്ടായാൽ ശ്രീ രംഗനാഥൻ ഇതിനകത്തുള്ള താഴെയുള്ള പല ഗവേണിംഗ് ബോഡികളിലും നടക്കുന്ന അഴിമതികളെ കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം ഒരിക്കലും നടന്നു തീരില്ല. കണ്ടെത്തുക മുകൾ തട്ടിലേക്കുള്ള അനുരാഗ് താക്കൂർ എന്നാൽ ഇത് തന്നെ പറയല്ലോ, BJPയുടെ പ്രോമിനന്റ് ലീഡർ ആണ്, അതുകൊണ്ട് നടക്കില്ല. അനുരാഗ് താക്കൂറിന് ക്രിക്കറ്റിൽ എന്തറിയാന്നുള്ളത് രാഹുൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആ രീതിയിൽ അവരെടുത്താൽ മതി. ഇവര് നല്ല ഓർഗനൈസേഴ്സും നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സും ആണ്. അങ്ങനെ കണ്ടുകൊണ്ടല്ലേ പലതിന്റെയും തലപ്പത്തേക്ക് രാഷ്ട്രീയക്കാർ വരുന്നത്. രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ BCCI പോലെ ഒരു പണമിടപാട് സ്ഥാപനത്തിന്, പണമിടപാട് എന്നുള്ളതുകൊണ്ട് ഇത് ബ്ലേഡ് കമ്പനി എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അതിനേക്കാൾ മോശമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി, അത് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി, അത് തടയാൻ വേണ്ടി ഓഡിറ്റർ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി, ഈ പറഞ്ഞ രീതിയിൽ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ക്രിക്കറ്റിലെ സെലക്ടർമാരെ പോലും നിശ്ചയിക്കുന്ന കാര്യത്തിൽ അഴിമതി നടത്തുന്ന ഇടപാടുകൾ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ എങ്ങനെ ശരിയാവും? ലാലിന് ഒരു അഴിമതി ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ക്രിക്കറ്റ് BCCI ചെയ്ത ഒരു അഴിമതി ഒന്ന് ചൂണ്ടിക്കാണിക്കാമേ? ഞാൻ ഇന്ന് പറയാം. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ BCCI അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തി, സുപ്രീം കോടതി എവിടെയാണ് ചൂണ്ടിക്കാണിച്ചത്? സംസ്ഥാന അസോസിയേഷൻ. അത് BCCI അല്ല, അല്ല BCCI അല്ല, സംസ്ഥാന അസോസിയേഷൻ. അതുമായിട്ട് നമുക്ക് ബന്ധം. ശ്രീ ദേവദാസ് ലാൽ ഞാൻ കാണിക്കാം. ഇല്ല, രംഗനാഥന് കാണിക്കാം. രംഗനാഥൻ 2010 ഈ TV റൈറ്റ്സ് കൊടുത്ത് WSG വേൾഡ് സ്പോർട്സ് ഗ്രൂപ്പ് കൊടുത്തതിൽ ഞങ്ങൾ കൈക്കൂലി കൊടുത്തു. സോണി സ്പോർട്സ് ഞങ്ങൾക്ക് കൈക്കൂലി 425 കോടി കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ രേഖ BCCI ഹെഡ്ക്വാർട്ടേഴ്സിൽ കാണുന്നില്ല എന്നാ പറഞ്ഞ CBIയോട്. അത് രംഗനാഥനോട് ചോദിക്കൂ. ശരി, അത് ചോദിക്കാം. ശ്രീ രംഗനാഥൻ അതേ മറുപടി പറയൂ. അല്ലല്ല, വ്യക്തിപരമായിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞ BCCI മൊത്തത്തിൽ അഴിമതി കാണിക്കുന്നു, ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, ഒരു തെറ്റുമില്ല. പക്ഷെ BCCI മൊത്തത്തിൽ ഒരു അഴിമതിക്കാരാണ്, ഇതിന്റെ എല്ലാവരും അഴിമതിക്കാരാണ്. BCCIയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാച്ച് റഫറിമാരോ കളിക്കാരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിപരമായ ആളുകളെ കുറിച്ചോ നമുക്ക് ഹരാസ് ചെയ്യേണ്ട. അവര് നല്ല ആളുകൾ ഉണ്ടാകാം, പക്ഷെ BCCI ആസ് എ സ്ട്രക്ചർ അങ്ങ് പറഞ്ഞതുപോലെ കാര്യമെടുക്കുമ്പോൾ സ്റ്റേറ്റ് അസോസിയേഷനാണ് പ്രശ്നമുണ്ടാക്കിയത്. അതിന്റെ തലപ്പത്താണ് അഴിമതി നടന്നിരിക്കുന്നത്. അതിന്റെ തലപ്പത്ത് ആരായിരിക്കുന്നത്? അത് പണം കൊടുക്കുന്നത് ആരാണ്? ഏതെങ്കിലും കേരളത്തിലെ ജമ്മു കാശ്മീരിലെ കാര്യം മാത്രം അങ്ങ് എടുക്കരുത്. ഈ അനുരാഗ് താക്കൂറിന് നേരിട്ട് ഇടപാടുള്ള എത്ര അസോസിയേഷനുകൾ നമ്മുടെ സംസ്ഥാനത്തെ മലയാളികളായിട്ടുള്ള ഭാരവാഹികൾ മറ്റു സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഭാരവാഹികളായിട്ട് ഇരിപ്പുണ്ടോ? അങ്ങേക്ക് അറിയാമോ? അല്ല, ഇവിടെ അന്വേഷണത്തിന് ആരും എതിർത്തിട്ടൊന്നുമില്ല. അന്വേഷണം നടക്കണമോ? അങ്ങേക്ക് ഈ കാര്യം അറിയാൻ വേണ്ടി അന്വേഷണം വേണമോ? BCCI നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ മൊത്തത്തിലൊരു സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട് ഈ അഴിമതി ഇല്ലാതെയാവും? ഒരിക്കലുമില്ല. അപ്പൊ അങ്ങനെ നടത്തണമെങ്കിൽ എല്ലാവർക്കും നടത്താം. ഇനി വരാനുള്ളവരും നടത്താം. അതൊരു വരട്ടുവാദം മാത്രമാണ്. ഈ ന്യായീകരിക്കാവുന്ന 1-2 കാര്യങ്ങൾ ജസ്റ്റിസ് ലോധ കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ, അതിൽ മാത്രമേ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും അവരുടെ ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിലായാലും അവർ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് തന്നെ BCCI പോകുന്നത്. ഇവിടെ ഏതാണ് അംഗീകരിക്കാത്തത്? താങ്കൾ എല്ലാം പറയോ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കറസ്പോണ്ടൻസ് ഞാൻ പറയാം, ഇലക്ഷൻ, ഓരോ വോട്ടിംഗ് റൈറ്റ്, സെലക്ടേഴ്സിന്റെ കാര്യം, ഈ 2-3 കാര്യങ്ങളിലല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് അഭിലാഷ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നതാണ് BCCI എങ്കിൽ അതിന്റെ സംസ്ഥാന ഘടകങ്ങളിലൊക്കെ കൊടുക്കുന്ന പണമിടപാട് കാര്യങ്ങളിലും അവരുടെ ജനറൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലും മറ്റ് ഗവേണിംഗ് ബോഡി തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ എന്തിനായിരുന്നു ജസ്റ്റിസ് ലോധ പാനൽ? അതല്ലെങ്കിൽ എന്തിനാണ് സുപ്രീം കോടതി ഇന്ന് കടുത്ത തീരുമാനമെടുത്തത്? അല്ല, കോടതി മനസ്സിലാക്കി ഇപ്പോൾ ടെററിസം കണ്ടെയ്ൻ ചെയ്യുന്നത്, ടെററിസ്റ്റ് ഫിനാൻസിങ് കണ്ടെയ്ൻ ചെയ്യുന്നതിലൂടെ മാത്രമേ, അതാണ് ഏറ്റവും നല്ല വഴിയെന്ന് ലോകം മുഴുവൻ റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ കംപ്ലയൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഫിനാൻസസ് സ്മോദർ ചെയ്യണമെന്നൊരു റിയലൈസേഷനിലാണ് സുപ്രീം കോടതി. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും എല്ലാം ഫ്രീസ് ചെയ്തത്. അപ്പോൾ ഒരു കൂടുതലൊരു ഹാർഷായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ദേ ക്യാൻ സെൻസ് ദ മെസ്സേജ്. അപ്പോൾ ഇനിയിപ്പോൾ കോടതി ഇപ്പോൾ തന്നെ അനുരാഗ് ഠാക്കൂറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ലോധ പാനലിൽ ചെല്ലണം, മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദേ ആർ നോട്ട് കംപ്ലൈയിങ്, കോർട്ട് ഇറ്റ് സെൽഫ് വിൽ സമ്മൺ ഹിം ബിഫോർ ദ കോർട്ട്.
അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമിക്കബിളായിട്ട് സെറ്റിൽ ആകുന്നുണ്ടെങ്കിൽ സെറ്റിൽ ആകട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു മെച്യൂരിറ്റി ഓഫ് റെസ്പോൺസ് ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ഫിനാൻസ് സ്മോദർ ചെയ്യുന്നതിലൂടെ കോർട്ട് ഈസ് ഷോ ദാറ്റ് ദേ ആർ ലൈക്ലി ടു ഫോൾ ഇൻ ലൈൻ. കോടതി അത് ചെയ്യുമ്പോൾ അത് മെച്യൂരിറ്റി ആണെന്ന് പറയുന്നത് ശ്രീ അഭിലാഷ് എത്രമാത്രം നിയമപരമാണ്? അത് സുപ്രീം കോടതിയിൽ നിന്ന് ആക്ഷൻ അല്ലേ വേണ്ടത്? ഈ ഘട്ടത്തിൽ BCCIയെ കൃത്യമായി, അത് നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു, അവിടെ ഒരു സോഫ്റ്റ് പെഡലിംഗ് സുപ്രീം കോടതിക്ക് പോലും തോന്നിയത് ഇവിടെ അതേ പറ്റൂ, ഇവിടെ അതാണ് വേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ്. ആ തോന്നൽ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക്, അരുൺ ജെയ്റ്റ്ലിയെ പോലുള്ളവർക്ക്, BJPയുടെ നേതാക്കൾക്ക്, ഇപ്പോൾ ഈ ക്രിക്കറ്റിന്റെ പുറത്ത് ഇങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവർക്കൊക്കെ തോന്നുന്ന അതേ തോന്നൽ കോടതിക്കും ഉണ്ടായോ മെച്യൂരിറ്റി വേണമെന്ന്? അല്ല, കോടതി റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിലുള്ള കാൽസിഫൈഡ് ഡിക്റ്റേറ്റർഷിപ്പാണ് BCCIയെ നയിക്കുന്നതെന്നും BCCIയുടെ കൺട്രോളിൽ സ്റ്റേറ്റ് ക്രിക്കറ്റിംഗ് അസോസിയേഷൻസ് ഒക്കെ ഓപ്പറേറ്റ് ആ പരിധിയിലാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളൊരു ഒരു റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഓർഡർ. ബട്ട് ദാറ്റ് വുഡൻ ബി പ്രിവെൻറ്റിംഗ് കോർട്ട് ഫ്രം ഗോയിങ് ഫർദർ എഹെഡ്. അങ്ങനെ കമ്പൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭരണഘടനയുടെ പ്രൊവിഷൻസ് തന്നെ കോടതിക്ക് അതിനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി പറയുകയും ചെയ്തു. ഇപ്പൊ തന്നെ ഏറ്റവും ആദ്യത്തെ കാര്യം നടക്കേണ്ടത് സെപ്റ്റംബർ 30-ാം തീയതിയാണ്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഫോർമലി അഡോപ്റ്റ് ന്യൂ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ന്യൂ റൂൾസ്. ഇത് സെപ്റ്റംബർ 30-ന് നടക്കേണ്ടതായിട്ടുള്ള കാര്യമായിരുന്നു. അതൊരു നിയമപരമല്ലാത്തൊരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടി എന്തൊക്കെയോ ചെയ്തതായി അവർ വരുത്തിയിട്ടുണ്ടാകാം. അതിപ്പോഴും എനിക്കറിയില്ല. കോടതി വ്യക്തമായി വിലയിരുത്തിയോ ഈ പുതിയ MOA നടപ്പിലാക്കിയിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്? അതോ ഇനി അതിനും സമയം കൊടുക്കുമോ? ഈ ഫ്ലെക്സിബിലിറ്റി, മെച്യൂരിറ്റി ഇതിലുമൊക്കെ ഉണ്ടോ? അല്ല, കോടതി ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സിസ്റ്റമിക് ഓവർഹോൾ ആണെന്നുള്ളത് കോടതി മനസ്സിലാക്കുന്നുണ്ട്. ആ ചേഞ്ചിൻ്റെ പ്രൊപ്പോർഷനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നാം അതിനെ കരുതേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ പെട്ടെന്ന് ഒരു കാര്യം, ഇതൊരു മിയർ ടെക്നിക്കാലിറ്റിയുടെ കാര്യമല്ല. ടെക്നിക്കാലിറ്റി ലോയെ റെസ്പെക്ട് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ മിയർ ഒരു ടെക്നിക്കാലിറ്റിയിലും സാങ്കേതികത്വത്തിലും അല്ല കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, പലപ്പോഴും കമ്മീഷൻ നിർദ്ദേശങ്ങൾ ഈ വടിയെടുത്ത് നിൽക്കുന്ന ടീച്ചറിനെ പോലെ, ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്കത് പറയാൻ പറ്റും. എപ്പോഴും ടീച്ചർ വടിയെടുക്കുന്ന അടിക്കാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങൾ നന്നായി നയിക്കാൻ വേണ്ടി എടുക്കുന്ന വടികളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. BCCIയുടെ സ്റ്റേച്ചറിനെ ടാർണിഷ് ചെയ്യാതെ ഉള്ളൊരു സമീപനം ലോധ കമ്മീഷൻ എടുക്കുമെന്നും കുറെ കൂടി ഇൻക്ലൂസീവായി പോകുന്നതാണ്. അവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, രംഗാ സാർ പറഞ്ഞതുപോലെ അവിടെ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ചില ട്രാൻസ്പാരൻസികൾ വേണം. അതിനർത്ഥം ഇന്ത്യയുടെ BCCIയോടുകൂടി നോൺ ട്രാൻസ്പെറന്റ് എന്നുള്ളതല്ല, ട്രാൻസ്പെറൻസി കൂടുതൽ വേണം. BCCIയെ ടാർണിഷ് ചെയ്യുന്ന, കരിവാരി തേക്കുന്ന ഒരു സമീപനം എടുക്കരുത്. മാത്രമല്ല, ലോധ കമ്മീഷൻ എന്തിനു പ്രൊട്ടക്ട് ചെയ്യപ്പെടണം? ഈ രീതിയിൽ ട്രാൻസ്പെറൻസി ഇല്ല, അവിടെ എന്ത് നടക്കുന്നത് അറിയാത്ത രാഹുൽ ഈശ്വറിന് പോലും സംശയമുള്ള ഈ കാര്യത്തിന് എന്തിനാണ് നമ്മൾ കരിവാരി തേക്കേണ്ട, ഡിസ്മാൻഡിൽ ചെയ്യേണ്ട എന്നൊക്കെ വാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് കാണുന്ന രീതിയിൽ ക്രിക്കറ്റിനെ വളർത്തുന്നതിൽ BCCIക്ക് വലിയ പങ്കുണ്ട്. ഇന്ന് കാണുന്ന ക്രിക്കറ്റിന്റെ നല്ലതും ചീത്തയും BCCIക്ക് പങ്കുണ്ട്. ആ നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ചീത്തയെ കറക്റ്റ് ചെയ്യണമെന്ന് ക്രിക്കറ്റ് താരങ്ങളുടെ വിയർപ്പാണ്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരുടെ വിയർപ്പാണ്. അവരെ കൂടി ഗ്രൗണ്ടുകൾ അടക്കം അറേഞ്ച് ചെയ്തതിൽ ഈ BCCIക്കാരും ഒരുപാട് വേർപ്പൊഴുക്കിയിട്ടുണ്ട്. ഈ TV രീതിയിൽ, ഇന്നത്തെ രീതിയിൽ പ്രചരിപ്പിക്കാൻ, IPL-നെ പോലെ ഒരു ലോക മാമാങ്കം കൊണ്ടുവരാൻ, ഇത്തരം കാര്യങ്ങളൊന്നും കാണാതെ ടിവിയിലൂടെ ക്രിക്കറ്റിനെ വളർത്താൻ വേണ്ടി ഇവരൊക്കെ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ടിവിയിൽ ഇതിന്റെ സംപ്രേഷണ അവകാശം കൊടുക്കുന്നതിനുള്ള ആ അവകാശത്തിന്റെ പേരിലുള്ള സാമ്പത്തികത്തിൽ നടത്തിയ വെട്ടിപ്പാണ് ഒരു ചർച്ചാ വിഷയം. ഗ്രൗണ്ടിലൂടെ ഒരുപാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ വളർത്തി എന്ന് പറയുമ്പോൾ ആ ഗ്രൗണ്ടിന് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ വിനിയോഗത്തിലാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊക്കെ സുതാര്യമായി നടപ്പിലാക്കാൻ പറ്റാത്തിടത്തോളം ദേവദാസിനെ പോലുള്ളവർ പറയും ദാവൂദ് ഇബ്രാഹിമാണ്, അതല്ലെങ്കിൽ വീരപ്പന്റെ പരിപാടിയാണ്, ഗോവിന്ദച്ചാമിയുടെ പരിപാടിയാണെന്ന് പറയും. ആ സംശയമാണ് വിവാദം നടത്തേണ്ടത്. ഇനിയെങ്കിലും നന്നാകുമോ BCCI? ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാം. ദേവദാസ്, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിൽ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ സുപ്രീം കോടതി ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇനി അങ്ങോട്ട് ഇതാ കാര്യങ്ങൾ നടന്ന് ഡിസംബർ 30-നകം പുതിയ BCCI രൂപീകരിക്കപ്പെടാൻ പോകുകയാണ് എന്ന്? ഇത്
അവര് ചെയ്യില്ല. അതുകൊണ്ടല്ലേ സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് എടുക്കല്. സുപ്രീം കോടതിനെ ക്രിട്ടിസൈസ് ചെയ്യണം. രംഗനാഥനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് 87 കൊല്ലം കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് 5 സ്റ്റേറ്റിന് അസോസിയേഷൻ ഇല്ലാത്ത, പോണ്ടിച്ചേരിക്ക് അസോസിയേഷൻ ഇല്ലാത്തത്, ബീഹാർ സസ്പെൻഷനിലായത്, അമേരിക്കയിൽ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇന്ത്യയിലെ ഫെഡറൽ സ്റ്റേറ്റ്സിന് റൈറ്റ് ഇല്ല. എന്നിട്ട് നിരഞ്ജൻ ഷാ 60 കൊല്ലം, നരേന്ദ്രമോദി ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫ്, എല്ലാ മുഖ്യമന്ത്രിമാരും ചീഫ് കക്കുക. ഇവർക്ക് കോർപ്പറേറ്റ് ആണ് ഇവർ കോട്ടിട്ടത്. പക്ഷേ ഇവർക്ക് വീരപ്പന്റെ മെത്തേഡാണ് തമിഴ്നാട് സൊസൈറ്റീസ് ആക്ട്. അതുകൊണ്ടാണ് ഓട്ടോണോമി എന്ന് പറഞ്ഞത്. ഓട്ടോണോമി ഒന്നുമില്ല, ഇവിടെ ദാവൂദ് ഇൻവോൾവ് ഫിക്സിങ് നടന്നു, അതുകൊണ്ട് ചീഞ്ഞ് നാറുന്നു എന്നാ പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞ് ചീഞ്ഞ് നാറുന്നു. ഇവർക്ക് നാറ്റുമില്ല. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ചായ കുടിക്കുന്നവരാണ് ഇവർക്ക് കക്കണം. ഇവർ 2009 സൗത്ത് മനസ്സിലായി, വികാരം മനസ്സിലായി. ശ്രീ ദേവദാസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ രംഗനാഥൻ, ഈ പറഞ്ഞത് ശരിയാണ്. അത്രയും ഞാൻ ഇപ്പോഴും പറയുന്നു, വാക്കുകളുടെ ബലം നോക്കണ്ട, അതിൻ്റെ രൂപവും ഭംഗിയും ഒന്നും നോക്കണ്ട. പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞ ഈ രീതിയിൽ ഡിസംബർ 30-നകം BCCI ഉണ്ടാകാൻ പോകുകയാണെങ്കിൽ ഈ BCCI കൊണ്ട് ഇപ്പോഴത്തെ നടത്തിപ്പുകാർക്ക് അവർ വിചാരിച്ച രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ തുടക്കം അദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അങ്ങേക്കും അറിയാവുന്നതുപോലെ ഇതെല്ലാം ഓരോ സംസ്ഥാനത്തെയും സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയതാണല്ലോ. അവർക്ക് നിയമപരമായി പുതിയ മേഖലകളിലേക്ക് തർക്കവുമായിട്ട് പോകാം. അതിൻ്റെ തുടക്കങ്ങൾ ഇപ്പോഴും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ അതിനു മുമ്പ് ദേവദാസ് ചോദിച്ചതിന് ഒരു ചെറിയൊരു ആൻസർ പറഞ്ഞു. അതായത് അസോസിയേറ്റ് ടീംസ് ഇന്നിപ്പോൾ സിക്കിം ആയാലും മണിപ്പൂർ ആയാലും മേഘാലയ, മിസോറാം ഇന്ന് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു കമ്പൈൻഡ് ടീമും അണ്ടർ-19 കളിക്കുന്നുണ്ട്. വെങ്കടേഷ് പ്രസാദ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ മത്സരം കണ്ടതാണ്. അവിടെ ടാലന്റ് കണ്ടുപിടിച്ച് ഇപ്പൊ അവിടെ കളി തുടങ്ങി. വോട്ടിംഗ് റൈറ്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ അത് ഇപ്പൊ അനുരാഗ് ഠാക്കൂറും അജയ് ഷിർക്കയും അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം അല്ല അസോസിയേറ്റ് ഛത്തീസ്ഗഡ് ഇപ്പൊ ടീമുണ്ടല്ലോ. അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അല്ലല്ല, ഛത്തീസ്ഗഡ് ടീം ഇപ്പൊ രഞ്ജി ട്രോഫി കളിക്കുന്നുണ്ട്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഫുൾ മെമ്പറാണ്. അവർക്ക് ഇപ്പൊ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇന്ന് അല്ലല്ല, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ളവർ. അത് കൂടാതെ അല്ലല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, സിക്കിം, മണിപ്പൂർ, മേഘാലയ, ഛത്തീസ്ഗഡ് മാത്രം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് എന്നോ എഫിലിയേഷൻ കൊടുത്തില്ല. ഇന്ന് സിക്കിം, മേഘാലയ, മണിപ്പൂർ, പേരുകൾ വേണമെങ്കിൽ പറയാം, നാഗാലാൻഡ്, ആസാമുണ്ട്. ആസാം ഒഴിച്ചു പോണ്ടിച്ചേരിയൊക്കെ ഒരു ആപ്പാട് ഒരു നമ്മുടെ ഒരു സംസ്ഥാനമായിരിക്കാം, യൂണിയൻ ടെറിട്ടറി എന്നുള്ള രീതിയിൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഡൽഹിക്ക് എങ്ങനെ കിട്ടി? ലാൽ ചോദിക്കൂ, ഡൽഹിക്ക് എങ്ങനെ കിട്ടി? അല്ല ദേവദാസ്, അങ്ങനെ കമ്പയർ ചെയ്ത് ഡൽഹിയൊക്കെ ചരിത്രപരമായിട്ടുള്ള, സൗരാഷ്ട്രയായാലും വിദർഭയാലും ഇത് സിക്കിം എങ്ങനെ കിട്ടി? അല്ല, ഡൽഹിയൊക്കെ നേരത്തെ ഉള്ളതാണത്. ലോ ഓഫ് ദ ലാൻഡ് ഒന്നല്ലേ രംഗനാഥൻ? അല്ല, മാറിയല്ലോ ഇപ്പോ. ലോ ഓഫ് ദ ലാൻഡ് ഒന്നല്ലേ? സാമ്പത്തിക വിനിയോഗത്തിൽ റൈറ്റ് ടു ഇൻഫർമേഷന്റെ അടിയിലേക്ക് BCCI കൊണ്ടുവരണമെന്നുള്ളത് വളരെ പ്രോഗ്രസീവ് ആയ സെഷനാണ്. പല കോർണേഴ്സിൽ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ RTIയുടെ കീഴിൽ വരുമ്പോൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വരുമ്പോൾ കുറെ കൂടെ സ്ട്രക്ചർ വരും. ഇതിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കി, ന്യൂവാൻസ് മനസ്സിലാക്കി മാത്രമേ പോകാൻ കഴിയൂ. ഒരുപക്ഷെ BCCയോട് ക്രിക്കറ്റിനോടുള്ള താല്പര്യമാണ് ഈ പൊട്ടിത്തെറികളുടെ എല്ലാം പിന്നിൽ. അതിന്റെ ആത്മാർത്ഥത കുറവ്, അതിന്റെ ആത്മാർത്ഥത എല്ലാവരും മനസ്സിലാക്കുന്നു. യാതൊരു ഭാഷയുടെ കുറവ് ആരും നോക്കുന്നുമില്ല. പക്ഷേ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എടുക്കുന്ന BCCIക്ക് അനുകൂലമായ സ്റ്റാൻഡാണ്. അതുകൊണ്ടൊന്നും നമ്മുടെ ചർച്ചയിൽ അതിന് ഒരു ആനുകൂല്യം കിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയണ്ട, അതിന് അനുകൂലിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ BJPയും കോൺഗ്രസും പ്രധാനമായി സപ്പോർട്ട് ചെയ്യാണ്. കാരണം അവർക്കറിയാം സങ്കീർണമാണ് വിഷയങ്ങൾ. ഇതിന്റെ തലപ്പത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ളവരാണ്. ഇപ്പൊ ഒരു സംസ്ഥാനമല്ല, CCI എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യ, മുംബൈയിൽ. അവർ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർ നൽകിയിട്ടുള്ള സംഭാവന ഇന്നും
ശ്രീ രംഗനാഥൻ, ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ ചരിത്രം എടുത്താൽ അങ്ങ് ഈ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. രാജ് അതല്ല, സിംഗ് ഈ ദുംഗാപൂർ പറഞ്ഞ- അദ്ദേഹം വളരെ BCCI ചെറിയ കാര്യം പ്രസിഡന്റ് IPL-ന്റെ അഴിമതിയെക്കുറിച്ച് അങ്ങ് എന്തിനാണ് കണ്ണടക്കുന്നത്? അന്വേഷണം നടത്തിട്ട് ആരാണ് എതിർത്ത്? IPL-ന്റെ അന്വേഷണം ഇപ്പൊ തടസ്സപ്പെട്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ട് IPL-ന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? അഴിമതിക്കാരുണ്ടെങ്കിൽ ആരെയും സംരക്ഷിക്കരുത്. പക്ഷെ BCCI കരിവാരി തേച്ചിട്ട് അതിനെതിരെ പോരാടി BCCI ഇല്ലാതാക്കാൻ നോക്കരുത്. ക്രിക്കറ്റിന് അത് കളങ്കം വരുത്തരുത്. അഴിമതിയുടെ പേരിൽ എല്ലാരെയും ശ്രീ ദേവദാസ്, ഇവർ ചീഞ്ഞ് നാറുന്നു എന്ന് പറഞ്ഞു സുപ്രീം കോടതി. അങ്ങ് എന്ത് പോയിന്റാണ് പറയാൻ വന്നത്? അത് പറയൂ പെട്ടെന്ന്. സുപ്രീം കോടതി പറഞ്ഞു ചീഞ്ഞ് നാറുന്നെന്ന്. ഇവർക്ക് നാറ്റടിക്കൂല, എന്തറിയാം. ശരി, അത് അങ്ങ് നേരത്തെ പറഞ്ഞതാണ്. അതല്ലാതെ പുതിയ point എന്താ? ദേവദാസി, അത് കുളിച്ച് ശുദ്ധിയായ മതി. അതുകൊണ്ട് ആളെ അടക്കം ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അല്ലല്ല, അത് ചീഞ്ഞ് അത് നാറുന്നെങ്കിൽ കുളിച്ച് വാക്കുകൾ കൊണ്ട് ശുദ്ധിയായ രാഹുൽ ഈശ്വർ ഇതിനെ നേരിട്ടിട്ട് കാര്യമില്ല. ഇതിന്റെ സമീപനം സത്യസന്ധമായിരിക്കണം. കൈയടിക്ക് വേണ്ടി മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ശ്രീ രാഹുൽ ഈശ്വർ, എനിക്ക് ഏറ്റവും അവസാനം അഡ്വക്കേറ്റ് അഭിലാഷിലേക്ക് പോകുന്നതിന് മുമ്പ് രാഹുൽ ഈശ്വറിനോട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ രാഷ്ട്രീയക്കാരെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ ഗുജറാത്ത് ക്രിക്കറ്റ് ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ്, ഈ അസോസിയേഷൻ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ രീതിയിലേക്ക് BCCI ഈ ഇൻഡിപെൻഡന്റ് ആയ ഓഡിറ്ററെയൊക്കെ വെച്ച് സ്ക്രൂട്ടനൈസ് ചെയ്ത് പുതിയൊരു തലത്തിലേക്ക് പോകാൻ പോകുന്നു, RTI കൊണ്ടുവരാൻ പോകുന്നു, പുതിയ റിഫോംസ് 2 ആഴ്ചക്കകത്ത് പ്രഖ്യാപിക്കണം. ജസ്റ്റിസ് ലോധയുടെ മുമ്പിലേക്ക് അനുരാഗ് ഠാക്കൂർ പുറപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് ഇതുവരെയും തെളിവില്ല. അല്ല, ഒരുപക്ഷെ മാർക്കണ്ഡേയ ഗഡ്ജു ആയിരിക്കും ഒരുപക്ഷെ പോകുന്നത്. ഒരുപക്ഷെ മാർക്കണ്ഡേയ ഗഡ്ജു ആയിരിക്കും. മുമ്പ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു പോകുന്നത്. ഇതിന് BJP എന്തിനാ അനുരാഗ് ഠാക്കൂർ എന്ന ക്രിക്കറ്റുകാരൻ എന്തിനാ ഇതിനകത്ത് ഒരു നട്ടല് പിടിക്കുന്നത്, മസിൽ പിടിക്കുന്നത് എന്തിനാണ്? അല്ല, ഇതൊരു ലീഗൽ വിഷയം കൂടെയാണ്. അതുകൊണ്ട് ലീഗൽ എക്സ്പെർട്ടിനെ അദ്ദേഹം കൂടെ കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. ജസ്റ്റിസ് ലോധയെ പോയി കാണാൻ പറഞ്ഞത് BCCIയുടെ പ്രസിഡന്റിനോടാണ്, തീർച്ചയായും. അല്ല, അവർ സെക്രട്ടറിയായ അനിൽ ഷിർക്കയോടാണ്. ഇവർ രണ്ടുപേരും പോകാതെ വക്കീലിനെ വിടുന്നത് എന്തിനാണ്? വീണ്ടും നിയമപരമായി ഇത് വലിച്ചെടുക്കാണ്. അവർ വെച്ച ഇത്തരം കാര്യങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് കഡ്ജുവിനെ വെക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അവർ ഒരു മാർക്കണ്ഡേയ ഗഡ്ജുവിന് ക്രിക്കറ്റിനെ കുറിച്ച് എന്തറിയാം? നിയമമല്ലേ അറിയാവൂ. ഈ വയസ്സാം കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ക്രിക്കറ്റ് കളിപ്പിക്കാതെ ശ്രീ ലാല് പറഞ്ഞ പോയിന്റ് സുപ്രീം കോടതി അടക്കം കേൾക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാര്യം ജഡ്ജിമാർക്ക് ക്രിക്കറ്റിനെ കുറിച്ചും ബാറ്റിങ്ങിനെ കുറിച്ചും ബോളിങ്ങിനെ കുറിച്ചും അറിയുന്ന കാര്യങ്ങൾ കുറവാണ്. കുറെ കൂടെ BCCIക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന ലാലിന്റെ വാദഗതിയോട് ഞാൻ അനുകൂലമായി പറഞ്ഞു. എന്റെ വാദഗതി അതല്ല. ക്രിക്കറ്റിനെ കുറിച്ച് പലർക്കും അറിവ് കുറവാണ്, BCCIയിൽ അതിന് അറിയാവുന്നവർ കുറവാണെന്നും കൂടിയാണ്. അല്ലാതെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഓർഗനൈസിംഗ് ബോഡിയാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്, കാര്യങ്ങൾ അതിന്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതിക്കാണ് പ്രശ്നം. അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോഴും സംശയത്തിലാണ്. സുപ്രീം കോടതി പറഞ്ഞു നടക്കണം. ഏറ്റവും അവസാനം സെക്കൻഡുകൾ മാത്രം അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഈ പറഞ്ഞ രീതിയിലേക്ക് സുപ്രീം കോടതി ഇനിയും കാര്യങ്ങൾ ജസ്റ്റിസ് ലോധയിലൂടെ ഈ BCCIയുടെ ഭാരവാഹികളൊക്കെ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് നടപ്പിലാക്കി പുതിയ BCCI ഉണ്ടാക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? ഇപ്പോഴും നിയമത്തിൻ്റെ പിടിവള്ളിയിൽ പിടിച്ചു തൂങ്ങുകയാണ് പലരും. ഒരിക്കലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ടൊരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകുമെന്ന് എനിക്കിപ്പം ഒരു യാഥാർത്ഥ്യബോധത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ജാനുവരി കഴിഞ്ഞിട്ടും ഈ കേസ് തീർച്ചയായിട്ടും പോകുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നു ബജറ്റ് സെഷനിൽ സ്പോർട്സ് ബില്ല് അമെൻഡ് ചെയ്യിപ്പിച്ചിട്ട് കുറച്ചൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ഈ ഇംപെഡിമെന്റ്സ് ഒക്കെ സർക്കംവെന്റ് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഉദ്ദേശവും ഈ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് MR അഭിലാഷ് അവസാനം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് രാഷ്ട്രീയമായ ചില സഹായങ്ങൾ BCCIക്ക് ഉണ്ടായേക്കാം, അത് ലക്ഷ്യമിടുന്നുണ്ട്. BCCI ഈ രീതിയിൽ സ്ലോ പെഡലിംഗ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതും ഒരു കാരണമാകാം. അതിന് സുപ്രീം കോടതിയും ആ സ്ലോ പെഡലിംഗിൽ മെച്യൂരിറ്റിയുടെ പേരിൽ കൂട്ടുനിൽക്കുമോ? ഇതാണ് അറിയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രംഗനാഥൻ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ദേവദാസ്, അഡ്വക്കേറ്റ് അഭിലാഷ്.